നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഹദീസിലുണ്ടല്ലോ യത്ബഉൽ മയ്യത്ത് സലാസ്, മൂന്നാളാണ് കൂടെ ഉണ്ടാവുക. ഒന്ന് നമ്മളെ സമ്പത്ത്, രണ്ടാമത്തെ നമ്മുടെ കുടുംബം, മൂന്നാമത്തെ അമല്. സമ്പത്തും കുടുംബവും, സമ്പത്ത് വീട്ടിൽ നിന്ന് തന്നെ തിരിച്ചു പോകും. കുടുംബം കബറ് വരെ കുറച്ച് ആൾക്കാരെങ്കിലും ആണുങ്ങന്മാരിൽ നിന്ന് കുറച്ചാൾ വരും, അതും തിരിച്ചു പോകും. പിന്നെ നമ്മുടെ അമല് മാത്രമേ ബാക്കിയുണ്ടാവും. നമ്മുടെ കൂടെയുള്ള കുടുംബം അവര് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ കബറ് വരെ വന്നു പോകും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാവരും തിരിച്ചു പോകും എന്നല്ല. മറിച്ച് നമ്മൾ സ്വാലിഹീങ്ങളായി വളർത്തിയ മക്കളും ഭാര്യയും കുടുംബമൊക്കെ ഉണ്ടെങ്കിൽ അവർ നമുക്ക് ഖബറിൽ ഉപകാരപ്പെടും. ഇല്ലാത്ത അഹിലുകാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഖൈറൊന്നും പഠിപ്പിച്ചു കൊടുക്കാത്ത അഹിലുകാരാണെങ്കിൽ അവർ തിരിച്ചു പോകും. അവിടെ ഇബ്നു റജബുൽ ഹംബലി തങ്ങൾ പറയുന്നുണ്ട്, മോനെ നീ മരിച്ചാൽ നീയുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലാത്ത കൂട്ടുകാരും നാട്ടുകാരും നിന്റെ ഖബർ സ്വർഗ്ഗാക്കാൻ ഇറക്കുകയാണ്. ഖബറും പുറത്ത് വന്നിട്ടും സുംറ സംഘടിപ്പിച്ചിട്ടും ഈ ഭാഗത്തൊക്കെ ചെയ്തിട്ട്. എന്നാൽ നിന്റെ അടുത്ത കുടുംബക്കാർ സ്വത്തോഹരി വെക്കുന്ന ഡേറ്റ് കൺഫേം ആക്കുന്ന തിരക്കിലാണ്. ആരാണ് നിനക്ക് ഉപകാരപ്പെടുന്നത് ഖബറിൽ എന്ന് നീ ചിന്തിക്കണം. ഉമ്മമാരെ, അഹ്ലുകാരിൽ ഇൽമിൻ്റെ അഹ്ലുകാരായാലേ ഫലം ഉണ്ടാവുള്ളൂ.